ആ PTA പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. അദ്ദേഹം NPP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ അന്വേഷിച്ചു നോക്കി എന്താണ് NPP. അത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. മേഘാലയയിൽ ഈ പാർട്ടി മതേതര പക്ഷത്ത് നിൽക്കുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇതിന്റെ ഒരു നേതാവായി നിലകൊള്ളുന്നു. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വീഡിയോകൾ പോലും സന്തോഷത്തോടെ പങ്കുവെക്കുന്ന ഒരു മനോരോഗത്തിന് ഉടമയായ വ്യക്തിയാണ് ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ്. ഞാൻ ആലോചിക്കുകയാണ്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര സെൻസിറ്റീവായൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സ്കൂളിന്റെ PTA പ്രസിഡന്റായി ഇങ്ങനെ ഒരു വ്യക്തി വന്നു എന്നത് തന്നെ നമ്മുടെ കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയല്ലേ എന്ന ചോദ്യമാണ് ഒന്നാമതായി എനിക്കിവിടെ മുന്നോട്ട് വെക്കുവാനുള്ളത്. രണ്ട്, ഇവിടെ പ്രിയപ്പെട്ട സത്താർക്ക് ഈ വേദിയിലുണ്ട്. സത്താർക്ക് ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. ഹിജാബിന്റെ പേരിൽ ആരൊക്കെ വിവേചനങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ആ ക്യാമ്പയിൻ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഇത്ര ശക്തിയുള്ള ഒരു കേരളത്തിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയ എത്രമാത്രം പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്നത് വളരെ ഭയാനകമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം കണ്ടെത്തണം. ഇവിടെ സ്വാഭാവികമായി നടക്കുന്നത് മുനമ്പം വിഷയമാണെങ്കിലും ശരി, പള്ളുരുത്തി വിഷയമാണെങ്കിലും ശരി, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എപ്പോഴും ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് ശരിയായ ഒരു നിലപാടല്ല. കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമായ നിലപാടുകൾ പറയാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എപ്പോഴും നാട്ടിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് അവരവരുടെ അവകാശങ്ങളെ പറ്റി മിണ്ടാതിരിക്കണമെന്ന ഒരു ഒരു സൈലന്റ് ആയിട്ടുള്ള അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ശരിയല്ല. മുനമ്പത്താണെങ്കിലും പള്ളുരുത്തിയിലാണെങ്കിലും, മുനമ്പത്തെ ഒരു സിവിൽ കേസാണ്, പള്ളുരുത്തിയിൽ ഒരു ഭരണഘടനാ വിഷയമാണ്. ഈ രാജ്യത്തിന്റെ ലിഖിതമായ ഭരണഘടനാ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്നുള്ളതാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി പറയാനുള്ളത്, ഇവിടെ മതങ്ങൾ തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടാക്കാൻ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും, ഞാൻ കൊടുവള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു സ്ഥലവും അവിടെ വോട്ടർ ലിസ്റ്റിൽ വോട്ടുള്ള ഏക ക്രിസ്ത്യാനിയാണ് ഞാൻ. പക്ഷെ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ആ കാരണം കൊണ്ട് എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ കൊടുവള്ളിയിലുള്ള ഒരു ക്രിസ്ത്യാനിയായി എനിക്കുണ്ടാവാത്ത എന്ത് ബുദ്ധിമുട്ടാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് ഉണ്ടാകുന്നത് എന്ന ചോദ്യം വ്യക്തിപരമായി തന്നെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കുടിയേറ്റ മേഖലയെ പറ്റി പറഞ്ഞു. നമ്മുടെ കുടിയേറ്റ മേഖലകൾ, പ്രത്യേകിച്ച് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള കുടിയേറ്റ മേഖലകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ചത് +2 വരെ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലാണ്. ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഹിജാബിന്റെ പേരിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞങ്ങൾക്കൊന്നും ഓർമ്മയിലില്ല. അപ്പൊ ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് വെറുപ്പ് കുത്തിവെക്കുന്നത് ആരാണ് എന്ന ചോദ്യം കൃത്യമായി മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ശിവൻകുട്ടി മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട്, അദ്ദേഹത്തെ എടുത്ത നിലപാടിനെ പറ്റി പറയാനുള്ളത് വ്യക്തമായി ഞാൻ പറയുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടത്തെ മതേതരത്വം കാക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് നിലപാടെടുത്താലും ആ നിലപാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഞങ്ങളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. നാടിന്റെ നന്മയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നിടത്തോളം കാലം ആ വിദ്യാഭ്യാസ മന്ത്രിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എനിക്ക് പറയുവാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ്. ആ ഭരണഘടന എല്ലാ പൗരന്മാർക്കും, എല്ലാ മതവിശ്വാസികൾക്കും ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങൾ ആര് ലംഘിക്കാൻ വന്നാലും, ഏത് അജണ്ടയുടെ ഭാഗമായി ലംഘിക്കാൻ വന്നാലും അത് തീർച്ചയായും കോട്ട കെട്ടി അതിനെ പ്രതിരോധിക്കേണ്ട വലിയതായിരിക്കുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. വലിയതായിരിക്കുന്ന ജാഗ്രത നമ്മൾ പുലർത്തേണ്ടുന്നതായിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് വലിയ ഇരുണ്ട കാലഘട്ടമാണ്. അങ്ങനെ കാലഘട്ടം ഇരുണ്ടതാവുമ്പോൾ അവിടെ തീർച്ചയായും വിമോചനത്തിന്റെ ശബ്ദങ്ങൾ ഉയരേണ്ടുന്നതുണ്ട്. ചോദ്യത്തിന്റെ വിരലുകൾ ഉയരേണ്ടുന്നതുണ്ട്. ചോദ്യം ചോദിക്കാൻ ഈ സമുദായത്തെ പ്രാപ്തരാക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തെ പ്രത്യേകം ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.